എനിക്ക് ആ പാട്ടില്ലേ ചിന്ന ചിന്ന വന്ന കുയിൽ ഇളയരാജ സാറിന്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശിവാംഗി പാടുന്ന കേൾക്കാൻ. അത് പാടിയാലോ? മാலை சூடி மஞ்சம் தேடி காதல் தேவன் சந்நிதி காண 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 சின்ன சின்ன வண்ணக்கோயில் கொஞ்சி கொஞ்சி கூவதம்மா. സ്റ്റേജിൽ ശിവാംഗി പാടുന്നത് ഭയങ്കര ഫീലാണ്. എന്താണെന്നറിയോ, ഓഡിയൻസിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കുന്ന കുറേ ഓഡിയൻസ് ഉണ്ട്. ഭയങ്കര രസമാണ്. ഇത് കഴിയുമ്പോൾ ശരിക്കും കൈയടിക്കാൻ കൂടി അവർ ചിലപ്പോൾ മറന്നു പോകും. അതാണ് അതിൻ്റെ ഒരു ഫീല്. ആ പാട്ട് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയാണ് റഹ്മാൻ സാറിൻ്റെ സ്നേഹിതനെ ഉള്ളൊരു ഫീലില്ലേ, സ്നേഹിതനെ നമുക്ക് പാടണം. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് സ്നേഹിതനെ പാടാം. ഈ ആൾക്കാരോടൊക്കെ ക്രഷ് തോന്നുന്ന ഒരു സമയത്തും അമ്മയോടും ഒക്കെ ക്രഷ് വന്ന് പറയാറുണ്ട്. പശുവിന്റെ കേസിൽ തന്നെ ക്രഷ് ഇങ്ങനെ പുറത്ത് നിന്ന് പറയാം, നമ്മൾ സ്റ്റേജിലൊക്കെ നിന്ന് എന്നെ പറയാൻ കഴിയാന്ന് പറയുന്നത് അതൊരു കുറച്ചുകൂടെ ഗട്ട്സ് വേണ്ട ഒരു പരിപാടിയല്ലേ? അത് ഗട്ട്സ് അല്ല ആക്ച്വലി. ഇപ്പൊ ആലോചിക്കുമ്പോ അതൊരു മണ്ടത്തരായിരുന്നു. ശരിക്കും ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു ആൻസർ. അത് ആരെങ്കിലും സ്റ്റേജിൽ പോയി അങ്ങനെ പറയാ? അങ്ങനെ പറഞ്ഞൂടെ? അത് ഇപ്പൊ ആലോചിക്കുമ്പോ കുറച്ച് നമുക്ക് അടക്കി വായിച്ചിരിക്കാം. എന്താ പറയണ്ട, അടക്കൊതുക്കമായിരുന്നിരിക്കാം. കുറച്ചൊന്ന് ഒളിച്ചു വെക്കണമായിരുന്നു. എന്നിട്ട് അപ്പൊ ഒന്നും അറിയാത്ത ഒരു കുട്ടിയായിപ്പോയി. 20 വയസ്സ്, ഇപ്പൊ 24. നമുക്ക് വളരെ വളരെ അല്ലേ ഇത് വരുള്ളൂ. സോ മെച്ചൂരിറ്റി അതെനിക്ക് ഇപ്പഴാ വന്നേ. ഇപ്പൊ ഞാൻ അതെല്ലാം എടുത്ത് നോക്കുമ്പോ അങ്ങനെ ഫീൽ ആവുന്ന എനിക്ക്. ഞാൻ അങ്ങനെ ഒരു ആൻസർ ശരിക്കും ശിവാംഗി എന്ന് പ്രതീക്ഷിച്ചില്ല. കുറച്ചുകൂടെ അതിനൊന്ന് ഇത് ജസ്റ്റിഫൈ ചെയ്ത് സംസാരിക്കുമെന്നാണ് വിചാരിച്ചത്. ഇല്ല ഇല്ല ഇല്ല, ആര് ഏത് പെണ്ണും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിൽ ശരിക്കും അബദ്ധം പറ്റിയത് എന്താണ്? അത് എന്താ പറയണ്ട, നമുക്ക് ഭാവിയില് ഒരു ഫ്യൂച്ചർ ഒരു ഹസ്ബൻഡ് നിന്ന് വരുമ്പോ ഈ ക്ലിപ്പിങ്ങിലാ വന്ന് ഇന്നൊരു 20 വർഷത്തിന് ഈ ക്ലിപ്പിങ്ങിലാ ഉണ്ടാകും. അപ്പൊ ആ ഹസ്ബൻഡിന് വേദനിക്കില്ലേ? അല്ല, ഇത് ക്രഷ് അല്ലേ? ക്രഷിൽ വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ക്രഷ് നമുക്ക് ഇപ്പൊ സെലിബ്രിറ്റി ക്രഷ് നമ്മൾ തോന്നൂലേ? അത് വേണ്ടായിരുന്നു, ആ കാര്യം വേണ്ടായിരുന്നു. പോട്ടെ, ഇനിയുള്ള സെലിബ്രിറ്റി ക്രഷ് അപ്പൊ നമ്മൾ മറച്ചു വെക്കോ? ഇപ്പൊ സെലിബ്രിറ്റി ക്രഷ് ഒന്നും ഇല്ല. അയ്യേ, ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, എനിക്കുണ്ടല്ലോ സെലിബ്രിറ്റി ക്രഷ്. അങ്ങനെ ഒരു സെലിബ്രിറ്റിയെ കണ്ടില്ല. അല്ല, ഞങ്ങൾക്ക് ഇത് ക്രഷ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ അനുഷ്ക ഷെട്ടി ആയിരുന്നു, പിന്നെ ഞങ്ങള് തൃഷ നോക്കി, അങ്ങനെ ഞങ്ങൾ ക്രഷ് വരും. എന്തിനാ വർഷാവർഷം പുതിയ പുതിയ ഹീറോയിൻ ഇൻട്രോഡ്യൂസ്. ഇപ്പൊ തമിഴ്നാട്ടില് ആരാന്നറിയോ ക്രഷ്? മമിത ബൈജു, പ്രേമലു ഹിറ്റ് ആയപ്പോ മമിതയ്ക്കായി ക്രഷ്. ഇവിടെ വന്ന് ഒരു ഓപ്പണിങ്ങിന് വന്നിരുന്നു മമിത ബൈജു. അയ്യോ, നടക്കാനേ പറ്റില്ല. കുക്കുവിത്ത് കോമലിയിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു പ്രൊഫൈൽ മാറ്റമുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു ഉദ്ഘാടനത്തിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് തിരിച്ച് ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ വന്നു. എനിക്കൊരു ചോക്ലേറ്റ് കിട്ടിയതിന്റെ സന്തോഷമുണ്ട്. ഈ ഉദ്ഘാടനത്തിന് പോവാന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്ഥിരം പരിപാടിയാണ് അല്ലേ? അത് ഇടയ്ക്കൊക്കെ ഉള്ളൂ. ഇടയ്ക്കൊക്കെ പോകും. എന്താണ് അതിന്റെ ഒരു സന്തോഷം? എന്താണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക്? അവിടെ ചെല്ലുമ്പോ എല്ലാവരുടെ കണ്ണില് ഹൈ അങ്ങനെ ഇത് കാണാൻ പറ്റും. അത് ഭയങ്കര ഇതാ. എന്നിട്ട് പുതിയൊരു കട ഓപ്പൺ ചെയ്യുമ്പോ ഒരു ഫീൽ ഇല്ലേ? നമ്മളൊരു അവർക്കൊരു ബിഗിനിങ്, നമ്മൾ അതിലൊരു പാർട്ടാണ്ട് അങ്ങനെ ആലോചിക്കുമ്പോ ഒരു സൂപ്പർ അല്ലേ? ഇന്നലെ ഞാൻ പോയത് വന്ന് ആക്ച്വലി ഒരു ഐസ്ക്രീം ഡെസേർട്ട് കടയുടെ ഉദ്ഘാടനം. എനിക്ക് ഐസ്ക്രീം ചോക്ലേറ്റ് സ്വീറ്റ് എന്ന ജീവനാ. ഞാൻ പല ദിവസം ആഗ്രഹിച്ചു എന്നെ ആരെങ്കിലും ഒരു ഐസ്ക്രീം ഷോപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കോ, ഇല്ലെങ്കിൽ ഐസ്ക്രീം ഷോപ്പിന് എന്നെ വിളിക്കോ അങ്ങനെയെന്ന്. ഇതൊരിക്കൽ ഞാൻ തുണിക്കട, സ്വർണ്ണക്കട എല്ലാം പോയിട്ടുണ്ട്. പോയിട്ട് ലെഗിങ്സ് കട എല്ലാം പോയിട്ടുണ്ട്. ഒരു ഐസ്ക്രീം കടയ്ക്ക് നമ്മൾ പോയിട്ടില്ല. ഐസ്ക്രീം കട, അതും നമ്മുടെ മലയാളികളുടെ ഐസ്ക്രീം കട. അതിവിടെ ചെന്നൈയിൽ അണ്ണാനഗറിൽ. അപ്പൊ ഒന്ന് അത് ഓപ്പൺ ചെയ്യുമ്പോ നല്ല ഗംഭീരമായി നടക്കുമ്പോ അവര് ഭയങ്കര ഹാപ്പിയായി. ഇതാണ് എനിക്കിഷ്ടം. പക്ഷെ അവിടെ പോയിട്ട് എന്താ സംസാരിക്കുക ശിവാംഗി? അപ്പോ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കടയിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്തത് ഭയങ്കര ഭയങ്കര ഹാപ്പി. ഈ അമ്മനെ നിങ്ങൾ ഇപ്പോഴേ എനിക്ക് അവിടെ ആക്ഷൻ കാണിക്കുന്നു. ഞങ്ങൾ ഇരുത്തും, ആ സമയത്ത് വന്നാ മതി. വെയിറ്റ്. ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ ഐസ്ക്രീം കടയിൽ പോയപ്പോ ഭയങ്കര ദിവസമായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കടയെ പറ്റി എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം. അങ്ങനെ പറഞ്ഞപ്പോ ശരി അങ്ങനെയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ട് എനിക്ക് 10 വിധமான ഐസ്ക്രീം ഇന്നലെ തന്നു. അതാണ് ഹാപ്പിനെസ്. ഈ ആൾക്കാരുടെ മുഖത്തൊക്കെ ഈ സന്തോഷം കാണുമ്പോൾ നമ്മളോടൊരു ആരാധന ഉണ്ടല്ലോ. ആ ആരാധന തോന്നുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ ഒരു പ്രൗഡ് കൂടുവോ? എന്താണ് ആ സമയത്ത് നമുക്ക് തോന്നുന്നു? ഫീൽ എന്താണ്? പ്രൗഡ് കൂടൂല, ആക്ച്വലി സന്തോഷമാ കൂടുള്ളൂ. എന്തിനാ നമ്മള് ആഗ്രഹിച്ച വിഷയമല്ലേ അത്. ആക്ച്വലി ഞാൻ സൂപ്പർ സിംഗർ ചെയ്യുമ്പോ അത്ര പേർക്ക് എന്നെ അറിയില്ല. അറിയാമെങ്കിലും അത്ര മൈൻഡ് ചെയ്യില്ല. എന്തിനാ അങ്ങനെ നോക്കിട്ട് പോകും.
പക്ഷേ അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും, അയ്യോ ആരെങ്കിലും എന്നെ ഒന്ന് നോട്ടീസ് ചെയ്യുക, ആരെങ്കിലും എന്നെ കൂടെ ഒന്ന് ഒരു സെൽഫി ഇല്ല എടുക്കുക അങ്ങനെയെന്ന്. എന്നിട്ട് അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് നോക്കിയാൽ എനിക്ക് ഈ വീട്ടിൽ താണ്ടി നടക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഒന്ന് എല്ലാ ദൈവങ്ങളുടെ അടുത്ത് പറഞ്ഞു താങ്ക് യു സോ മച്ച് അങ്ങനെയെന്ന്. ഒരു ഘട്ടത്തിൽ ബിന്നി കൃഷ്ണകുമാറിന്റെ മോളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ ബിന്നി മാം തന്നെ അറിയപ്പെടുന്നത് ശിവാംഗിയുടെ അമ്മ വന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ മലയാളത്തിൽ തന്നെ ഇപ്പൊ ശിവാംഗിയുടെ അമ്മ എന്ന് പറയുന്ന ഒരു വിളിപ്പേര് വന്നു തുടങ്ങി. ശരസാറൊക്കെ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുമുണ്ട് ശിവാംഗിയുടെ അമ്മയാണെന്നുള്ളത്. ആ സമയത്ത് ശിവാംഗിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിനെ പറ്റിയിട്ട് അമ്മയോട് സംസാരിക്കാറുണ്ടോ? എന്താ പറഞ്ഞു? ഞാനൊന്നും സംസാരിക്കാറില്ല. ഞാൻ ചെറിയ വയസ്സിൽ ആക്ച്വലി അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ റാറാ പാടണം அவங்க പൊണ്ണു தானே അങ്ങനെയെന്ന്. അതെന്റെ 15 വർഷമേ അങ്ങനെയാ. ഞാൻ സ്കൂൾ പാസ് ഔട്ട് ആവുന്ന വരെ അങ്ങനെയാ ഈ ഇവங்க അമ്മ தான் റാറാ പാടണാങ്ക അങ്ങനെയെന്ന്. എന്നിട്ട് അപ്പോഴേ ഞാൻ ചെറിയ വയസ്സിലേ പറഞ്ഞു, ഒരു ദിവസം ശിവാംഗിയുടെ അമ്മ ഞാൻ പറയാ വയ്ക്കുന്നോയിക്കോന്ന്. പക്ഷെ ഞാനല്ലേ എന്റെ അമ്മ അല്ല വിശ്വസിച്ചല്ല, ഞാൻ പാട്ട് പഠിച്ചില്ല. എന്നിട്ട് പഠിത്തം മാത്രമൊന്നുമില്ല. അപ്പൊ ഞാൻ പഠിപ്പിലും എവിടെ ആവില്ല, പാട്ടിലും എവിടെ ആവില്ല. അപ്പൊ അമ്മ എന്ത് വിചാരിക്കും, അവ ഈ കുട്ടിയില്ല എന്താവാൻ പോകുന്നു അങ്ങനെയെന്ന്. പാത്താ അങ്ങനെ നടന്നപ്പോ അമ്മ വിശ്വസിച്ചേ അല്ല ഒരു ദിവസം ഇങ്ങനെ ആവുന്നു. അപ്പൊ അമ്മ ഇന്ന് കൂടെ കേരളത്തിലെ വന്ന് ഞാൻ പോകുമ്പോ മുമ്പെല്ലാം എന്നെ ആർക്കും അറിയില്ലായിരുന്നു. കുറച്ച് പേര് ഈ കുക്കുത് കോമാളി കണ്ടവർക്ക് അറിയാം. ഇപ്പോ അമ്മ പോയാ ഇപ്പോഴും ശിവാംഗി എങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഒരു സ്പേസ് ഉണ്ടായിരുന്നത്, അതും പോയി. അമ്മ അത് പറയുമ്പോ അമ്മാണ് അയ്യോ ഇപ്പൊ കേരളത്തിലാவது എനിക്ക് വന്നത് ആരെങ്കിലും പറയാ തിരിച്ച് അതേ പറയുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ഒരു പാട്ടും കൂടെ പാടിയിട്ട് എ.ആർ. റഹ്മാൻ സാറിന്റെ സ്നേഹിതനെ പാടിയിട്ട് നമുക്ക് അമ്മയെ വരുത്താം. ഇതേ അഴത്തം മഴത്തം ഇതേ അണൈപ്പ് അണൈപ്പ് வாழ்வின் எல்லை வரை வேண்டும் வேண்டும் வாழ்வின் எல்லை வரை வேண்டும் வேண்டும் സ്നേഹിതനേ സ്നേഹിതനേ രഹസ്യ സ്നേഹിതനേ. വാവ്, ശിവാംഗി പറഞ്ഞ ചില കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ ചേരേണ്ടതുണ്ട്. അതാണ് ശരിക്കുള്ള. ബിന്നി മാമിനെ വിളിക്കാം. മാം, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ. അപ്പൊ ഇനിയാണ് ശിവാംഗി സത്യങ്ങൾ പറയാൻ പോകുന്നത്. പക്ഷെ അതിൽ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, അന്ന് ആ പാട്ട് പാടാൻ കൊണ്ടുപോയതില്ലേ, അതെങ്ങനെയാ കൊണ്ടുപോയത്? ഏത് പാട്ട്? ഓമനെ കുഞ്ഞെ നിന്നെ. ഈ കുഞ്ഞിനെ കൊണ്ടുപോയതോ? കുഞ്ഞിനെ കൊണ്ടുപോയത്. ഇവക്കൊന്നും അറിയത്തില്ലല്ലോ ഇപ്പൊ ഫിലിം പാടാൻ പോവാന്ന്. ഇവിടെ എങ്ങനെ ഞങ്ങളെ കോരി എടുത്തു? ഇവിടെ മാത്രം കൊണ്ടുപോയി പോരെ, ഇവളുടെ തമ്പിയും കൊണ്ടുപോകണല്ലോ, അനിയനെ. അനിയന് 2 വയസ്സ്, ഇവക്ക് 4 വയസ്സ്. എടുത്തോണ്ട് പോയി. എടുത്തോണ്ട് അവിടെ ചെന്നിട്ട് മക്കളെ ഇതിങ്ങനെ ആ പാട്ടുണ്ടല്ലോ, പഞ്ചാര പാടി പഞ്ചാര സുജാ ചേച്ചി. അപ്പൊ ശിവാംഗിയാണ് അത് ഇങ്ങനെ പഞ്ചാരം അങ്ങനെ പാടിയത്. പാടിക്കേ, അതേപോലെ പാടാൻ പറ്റുമോ? അതേപോലെ വരില്ല. അതൊക്കെ നമ്മളെ ഈ മോണാക്ടിന്റെ ഒക്കെ ആളാണ്. പഞ്ചാരം ഡബ്ബിങ്ങിന് സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചിരി എന്ത് ചെയ്ത, അപ്പൊ ഞാൻ 2 കൈയും കൊണ്ട് ഇങ്ങനെ കിക്കിളി കൂട്ടിയപ്പോ അവള് കിക്കിളി കൂടുമ്പോ നമുക്ക് സാധാരണ ചിരി വരില്ല, അങ്ങനെ ചിരിച്ചതാ പാർട്ടി. അല്ല, ഇപ്പോഴും കിക്കിളി കൂട്ടിയാ ചിരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ചിരിക്കില്ല. ഇപ്പൊ ഞാൻ കിക്കിളി കൂട്ടാൻ വരുവാണെന്ന് അവള് കാണുകയല്ലേ, അങ്ങനെയൊന്നും ചിരിക്കില്ല. അങ്ങനെ ചിരിച്ചിട്ടും കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ പസങ്ങൾ എന്നുള്ള ഫിലിം ഉണ്ടല്ലോ, അതില് ഗുരുജി പസങ്ക എന്നുള്ള 25 വർഷമായിട്ട് ഞാൻ തമിഴ്നാട്ടിലാ. പക്ഷെ എന്നാലും തമിഴിന്റെ അവിടെ ഇവിടെ ഒക്കെ ഇപ്പോഴും കിട്ടില്ല. അതൊരു ഇവളാണ് എന്നെ തിരുത്തി തരണത്. ചിലപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഞാൻ പറയണത് നമ്മൾ മലയാളീകരിച്ച് ചിലപ്പോൾ തമിഴ് പറഞ്ഞ് ഇവിടെ തെറിയായിരിക്കും ചിലപ്പോ. അപ്പൊ ഇവള് പറയും ഇവക്ക് തെറിയറിയാട്ടോ. അപ്പൊ ശരിക്കും തമിഴിലെ മലയാളത്തിൽ അറിയാം, മലയാളത്തിൽ അതെങ്ങനെ നിനക്കറിയാം? പട്ടി പറയണ്ട, ഇത് മാത്രം അറിയുള്ളൂ, അറിഞ്ഞാ മതി. വഴക്കുറയും ചെറിയ വയസ്സിലെ. ഇല്ല ഇതുപോലെ ഭയങ്കര ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ ഈ കൊച്ച അങ്ങോട്ട് ഓടുമല്ലേ, അപ്പൊ ചിലപ്പോ വിളിക്കും അത്ര.